ഇടുക്കി പൂപ്പാറ പന്നിയാർ പുഴയുടെ തീരത്ത് താമസിക്കുന്നവർക്ക് ഒഴിഞ്ഞു പോകാൻ നോട്ടീസ് ലഭിച്ചതോടെ എങ്ങോട്ട് പോകുമെന്നറിയാതെ നിരവധി കുടുംബങ്ങൾ പ്രതിസന്ധിയിൽ. 29 കുടുംബങ്ങൾ 24 മണിക്കൂറിനകം ഒഴിഞ്ഞു പോകണമെന്നാവശ്യപ്പെട്ടാണ് ജില്ലാ ഭരണകൂടത്തിന്റെ നോട്ടീസ്. ഒഴിഞ്ഞു പോകാൻ മതിയായ സമയം അനുവദിച്ചിരുന്നെന്നാണ് അധികൃതരുടെ വിശദീകരണം. ഹൈക്കോടതിയുടെ ഉത്തരവ് പ്രകാരമാണ് ഇവിടെ 88 കെട്ടിടങ്ങൾ പൊളിച്ചു മാറ്റാനുള്ള നടപടി. ഞങ്ങൾ പഞ്ചായത്തിലൊക്കെ വീടില്ലെന്ന് എഴുതി കൊടുത്തതിനും ഒരു മറുപടി ഞങ്ങൾക്ക് കിട്ടിയില്ല സാറേ. ഞങ്ങൾ എന്നാ ചെയ്യണം? ഞങ്ങളല്ലെങ്കിൽ വിഷം കൊടുത്ത് കൊന്നിട്ട് നിങ്ങൾ വീട് ഇടിച്ചിടും, ഇല്ലെങ്കിൽ അകത്ത് ഞങ്ങൾ ഉറങ്ങുമ്പോൾ ഒന്ന് വണ്ടിയും കൊണ്ടൊന്ന് ഇടുക്കി, അതേ പറ്റുള്ളൂ. ഞങ്ങൾക്ക് വേറെ ഒരു സഹായം തരാൻ ആളില്ല. എന്റെ തങ്കമ്മനെ, എനിക്ക് വീടും ഇല്ല, കാടുമില്ല, കാട് നടക്കാൻ പറ്റില്ല. എന്റെ മക്കളാ എന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നേ. എന്റെ ദൈവമേ, ഞങ്ങൾക്ക് നിങ്ങൾ സഹായിക്കാം മോനെ. ഞങ്ങൾ 70 വർഷമായിട്ട് ഇവിടെ തന്നെ കിടക്കുക. ഞങ്ങൾ ഒരു പട്ടയ സ്ഥലമില്ല, ഒരു ഇതുമില്ല, ഒരു വഴിയില്ലാതെ ഞങ്ങൾ ഇങ്ങനെ കിടക്കുക. ഇപ്പം പള്ളിക്കകത്താണ് കിടക്കണേ. ഇപ്പോൾ സ്ഥലമില്ല. ഞങ്ങൾ കൊച്ചു എല്ലാവരും ഇങ്ങനെ പുറമ്പ് ഗവൺമെൻറ് ആരും സഹായിച്ച് ഒരു ഇതും ചെയ്തില്ല. ഞാനിവിടെ ജനിച്ചു വളർന്ന ഒരാളാണ്. 46 വയസ്സായി എനിക്ക്. ഈ 46 വർഷം വരെ ഞാനിവിടെ താമസിക്കുന്ന ആളാണ്. എനിക്ക് അറിവ് അറിഞ്ഞ നാൾ മുതൽ ഈ വീട്ടിൽ ഞങ്ങൾ താമസിക്കുന്നതാണ്. എൻ്റെ കെട്ടിയവനാണെങ്കിൽ ഇപ്പം ഓപ്പറേഷൻ ചെയ്ത് ആഞ്ചു ചെയ്ത് ഇപ്പം 5 ലക്ഷം രൂപ കടവും കൂടുതലാണ്. അതിനേക്കാളും കിടക്കാനൊരു കിടപ്പടവുമില്ല, പോകാനൊരു വഴിയുമില്ല. എന്ത് ചെയ്യുമെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. സാർമാർ ഇങ്ങനെ ചെയ്താൽ ഞങ്ങൾ എന്ത് ചെയ്യും? വിശദാംശങ്ങളുമായി ഇടുക്കിയിൽ നിന്ന് പ്രിൻസ് ജെയിംസ് ചേരുന്നുണ്ട്. പ്രിൻസ്, കൊച്ചുകുട്ടികൾ, വയോധികർ, സ്ത്രീകളടക്കം പെരുവഴിയിലേക്ക് ഇറങ്ങേണ്ട ഒരു സാഹചര്യം. എന്താണ് ഈ പ്രതിസന്ധി കാരണം? ഹൈക്കോടതി ഇത്തരമൊരു ഉത്തരവിറക്കാനുള്ള കാരണം എന്താണ്? പ്രത്യേകിച്ചും ഒഴിഞ്ഞു പോകാൻ ഇവർക്ക് മതിയായ സമയമൊക്കെ അനുവദിച്ചിരുന്നു പറയുന്നു. ഇവർ എവിടേക്ക് പോകണം? ടോം, പന്നിയാർ പുഴയുടെ തീരത്തുള്ള പൂപ്പാറ ടൗണിലുള്ള കെട്ടിടങ്ങളെ പൊളിച്ചു നീക്കുന്നതിനുള്ള നടപടിയാണ് ഇപ്പോൾ വീണ്ടും ആരംഭിച്ചിരിക്കുന്നത്. ഏകദേശം 88 വ്യാപാര സ്ഥാപനങ്ങൾ ഒരു 2 വർഷം മുൻപ് ഇവിടുന്ന് ഒഴിപ്പിച്ചിരുന്നു. അതായത് ആ കാലഘട്ടത്തിൽ പന്നിയാർ പുഴയിലേക്ക് ഇറക്കിയുള്ള കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കണമെന്ന് ഹൈക്കോടതി ഉത്തരവിടുകയും തുടർന്ന് നടപടികൾ ആരംഭിക്കും. ആദ്യം വ്യാപാരികളെ ഇവിടുന്ന് മാറ്റുകയും ചെയ്തു. തുടർന്നാണ് ഇപ്പോൾ ഈ കുടുംബങ്ങളിലെ ഒഴിപ്പിക്കുന്ന നടപടിയിലേക്ക് വന്നത്. അതായത് അന്ന് ഈ കുടുംബങ്ങളോട് ഇവിടെ തുറന്നുകൊള്ളാൻ പറഞ്ഞിരുന്നു. പിന്നീട് സ്ഥലം കണ്ടെത്തി മാറണമെന്നൊക്കെ അറിയിച്ചിരുന്നു. അവർക്ക് സമയമൊക്കെ നൽകിയിരുന്നു. പക്ഷേ ഇതിലൊരു വസ്തുത എന്തെന്ന് വെച്ചാൽ, ഈ ഇവിടെ താമസിക്കുന്ന ഭൂരിഭാഗം കുടുംബങ്ങൾക്കും സ്വന്തമായി ഭൂമിയോ ഒരു ഭൂമി പോലും ഇല്ലാത്തവരാണ്, മറ്റ് വീടുകളൊന്നും ഇല്ലാത്തവരാണ്, മറ്റു മാർഗങ്ങളില്ലാത്തവരാണ് ഇതിൽ ഭൂരിഭാഗം ആളുകളും. മിക്കവരും പതിറ്റാണ്ടുകളായി ഇവിടെ തന്നെ കഴിയുന്നവരാണ്. പലരും 40-50 വർഷങ്ങളൊക്കെയായി ഈ മേഖലകളിൽ തന്നെ കഴിയുന്നു. അല്ലെങ്കിൽ ഈ പന്നിയാർ പുഴയുടെ തീരത്തോട് ചേർന്ന് പൂപ്പാറ ടൗണിൽ ചെറുകിട കെട്ടിടങ്ങൾ ഉണ്ടാക്കി താമസിക്കുന്നവരൊക്കെയാണ്. ഈ ആദ്യഘട്ടത്തിൽ പുഴ വീണ്ടെടുക്കുന്ന നടപടികളുടെ ഭാഗമായി പന്നിയാറിലെ വ്യാപാരികൾ ഒഴിപ്പിച്ചൊരു സാഹചര്യത്തിൽ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഇവരെ പുനരധിവസിപ്പിക്കുന്ന നടപടികൾ സ്വീകരിക്കുമെന്നൊരു അറിയിപ്പുണ്ടായിരുന്നു. അതായത് ഈ പഞ്ചായത്തിന്റെ ശാന്തൻപാറ പഞ്ചായത്തിന്റെ ഉടമസ്ഥയിലുള്ള ഭൂമിയിൽ കെട്ടിടങ്ങൾ നിർമ്മിച്ച് ഇവിടെ വ്യാപാരികളെ പുനരധിവസിപ്പിക്കുന്നതിനുള്ള വ്യാപാര സ്ഥാപനങ്ങളൊക്കെ ആരംഭിക്കുന്നുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് പറഞ്ഞിരുന്നു. ഒപ്പം ഈ താമസക്കാർ, ഇവിടെ ഈ മേഖലയിൽ താമസിക്കുന്ന കുടുംബങ്ങളും സുരക്ഷിതരായി ഈ മേഖലയിലേക്ക് മാറുന്നതിനുള്ള നടപടികൾ ആരംഭിക്കുമെന്നൊക്കെ പറഞ്ഞിരുന്നു. എന്നാൽ ഈ വ്യാപാരികൾ ഇവിടുന്ന് ഒഴിപ്പിച്ച് 2 വർഷത്തോളമായിട്ട് പോലും ഇതുവരെയും അതിനുള്ള നടപടികൾ ആരംഭിച്ചിട്ടില്ല. നിരവധി പേരുടെ തൊഴിൽ നഷ്ടപ്പെട്ടു, വ്യാപാരികൾക്ക് തൊഴിൽ നഷ്ടപ്പെട്ടു. അങ്ങനെ അവിടെ വ്യാപാരികളെ ആശ്രയിച്ചിരുന്ന തൊഴിലാളികളുടെ തൊഴിൽ നഷ്ടപ്പെട്ടു. അങ്ങനെ നിരവധി സാഹചര്യങ്ങൾ ഉണ്ടായിട്ട് പോലും അന്നുണ്ടായിരുന്ന പ്രഖ്യാപനം ഒന്നും ഇതുവരെ നടപ്പിലാക്കിയിട്ടില്ല. ഈ പഞ്ചായത്തിന്റെ സ്ഥലം വിട്ടുകൊടുക്കുകയോ കൊടുക്കുകയോ അല്ലെങ്കിൽ അതിനനുപാതികമായി പഞ്ചായത്തിന്റെ കെട്ടിടം നിർമ്മിച്ച് ഇവർക്ക് കൈമാറുകയോ ചെയ്യുന്ന ഒരു നടപടിയിലേക്ക് നീങ്ങിയിട്ടില്ല. ആ ഒരു സാഹചര്യത്തിൽ വീണ്ടും ഈ വീടുകളിലേക്ക്, അതായത് ഗവൺമെന്റ് സർക്കാർ പഞ്ചായത്ത് പറഞ്ഞ നടപടികളൊന്നും സ്വീകരിക്കാത്തൊരു സാഹചര്യത്തിൽ ഇത്തരത്തിൽ നടപടികൾ വരുന്നത് ജനങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുണ്ട്. വ്യക്തമാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.